ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കപ്പ വേവിച്ചത് കട്ട് ചെയ്ത് നന്നായിട്ട് വേവിച്ച കപ്പ ഇടുകയാണ്. ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച കപ്പയാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് ചിക്കൻ വേവിച്ച് പൊടിച്ചത്, ചിക്കൻ നന്നായിട്ട് വേവിച്ച് പൊടിച്ചത് ചേർക്കുകയാണ്. അടുത്തതായിട്ട് 1/2 കപ്പ് സവോള ചേർക്കുകയാണ്, നന്നായിട്ട് കട്ട് ചെയ്ത സവോള. ഒരു 1/2 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 വെളുത്തുള്ളി തൊലി കളഞ്ഞ്, ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുകയാണ്. ഒരു 1/4 കപ്പില്ല, 1/4 കപ്പിനടുത്ത് മൈദാപ്പൊടി ചേർക്കുകയാണ്. അല്പം കറിവേപ്പില ചേർക്കുകയാണ്. ഒപ്പം അല്പം മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, കപ്പയിൽ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത്. അതിന് കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കുകയാണ്. നന്നായിട്ട് അവയൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം നന്നായിട്ടത് മിക്സ് ചെയ്ത് നല്ല രീതിയിലായിരിക്കുകയാണ്. ഇനി നമുക്കിത് ബോൾസ് ആക്കാം, ചെറിയ ബോൾസ് ആക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ അല്പം ഓട്സ് എടുക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഞാൻ ഓട്സ് കോട്ട് ചെയ്തും ബാക്കി ഓട്സ് കോട്ട് ചെയ്യാതെയുമാണ് ഉണ്ടാക്കുന്നത്. ഇത് ബോൾസ് ആക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോൾസ് ആക്കിയതിൽ കുറച്ച് ഓട്സ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ ബൗളിലേക്ക് അല്പം 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതൊരു പേസ്റ്റ് ആക്കി എടുക്കാൻ പോവാണ്. അധികം ലൂസ് ആകാതെയും അധികം ടൈറ്റ് ആകാതെയും ഉള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഇപ്പൊ നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഈ പേസ്റ്റ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുകയാണ് ഇനി ചെയ്യുന്നത്. അതിനായിട്ട് ഉണ്ണിയപ്പക്കാരം അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് തയ്യാറാക്കിയിരിക്കുന്ന പേസ്റ്റിൽ കോട്ട് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം, സ്പെഷ്യൽ പലഹാരം, ഒന്നാമത്തെ സെക്ഷൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ബോൾസിൽ അധികം ഈ എണ്ണ അബ്സോർവ് ചെയ്യുന്നില്ല, നമുക്ക് കാണാം. അധികം എണ്ണ അബ്സോർവ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ബോൾസും കൂടെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ 4 മണി പലഹാരം പ്ലേറ്റിലായിരിക്കുകയാണ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന സ്പെഷ്യൽ വിഭവമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരെയും ബൈ.